നമസ്കാരം. മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം. വളരെ കുറച്ചു ചിത്രങ്ങൾ കൊണ്ട് തന്നെ മലയാളികൾക്ക് സുപരിചിതയാണ് നടി ഷീലു എബ്രഹാം. എല്ലാ ചിത്രത്തിലും തന്റേതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ ഷീലുവിന് സാധിച്ചിട്ടുണ്ട്. വീപ്പിംഗ് ബോയ് എന്ന മലയാള ചിത്രത്തിലൂടെ ചലച്ചിത്ര രംഗത്ത് അരങ്ങേറ്റം കുറിച്ചും പിന്നീട് നിരവധി സിനിമകളിൽ നായികയായും മറ്റും അഭിനയിച്ച് ശ്രദ്ധ നേടാൻ ഷീലുവിനായി. നടി മാത്രമല്ല, നിർമ്മാതാവ് എന്നീ നിലയിലും മലയാള സിനിമയിൽ സജീവമാണ് ഷീലു എബ്രഹാം. 2013 സിനിമാ രംഗത്ത് സജീവമായ താരം ചെറുതും വലുതുമായ ഒരുപാട് കഥാപാത്രങ്ങളെ വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. നടിയുടെ ഭർത്താവ് അബാം മൂവീസിന്റെ കീഴിൽ നിർമ്മിക്കുന്ന സിനിമകളിലാണ് ഷീലു ഏറെ പ്രത്യക്ഷപ്പെടാറുള്ളത്. നിർമ്മാതാവും നടിയുമെല്ലാമായ ഷീലു സാമൂഹിക വിഷയങ്ങളിൽ അടക്കം ഇടപെട്ട് തന്റെ അഭിപ്രായങ്ങൾ പങ്കുവെക്കാറുണ്ട്. മുഖത്ത് നോക്കി യാഥാർത്ഥ്യം വിളിച്ചു പറയുന്നത് കൊണ്ട് തന്നെ വിമർശനങ്ങളും പരിഹാസങ്ങളും പലപ്പോഴും നടിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പോഴിതാ ഷീലുവിനെ കുറിച്ച് നടനും സംവിധായകനുമായ ആലപ്പി അഷ്റഫ് പറഞ്ഞ കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. ഷീലു എബ്രഹാമിനെ പോലെ ഒരാളെ മോശം കമന്റുകളിലൂടെ തളർത്താൻ കഴിയില്ല എന്നും നല്ല മനസ്സിന് ഉടമയാണ് ഷീലുവെന്നും അഷ്റഫ് പറഞ്ഞു. സഹജീവികളോട് കരുണയുള്ള സ്ത്രീയാണ് ഷീലുവെന്നും അഷ്റഫ് പറഞ്ഞു. സാധാരണ നടിമാരൊക്കെ അവരുടെ വിവാഹം കഴിയുന്നതോടെ അഭിനയം നിർത്തുകയാണ് പതിവ്. എന്നാൽ അതിന് വിപരീതമായി വിവാഹശേഷം മക്കളൊക്കെ ആയതിനു പിന്നാലെയാണ് ഷീലു എബ്രഹാം സിനിമയിലെത്തിയത്. അവർ നല്ലൊരു നടി മാത്രമല്ല, മികച്ചൊരു നിർമ്മാതാവ് കൂടിയാണ്. മലയാള സിനിമാ ചരിത്രത്തിൽ ഇത്രയധികം ഒരു ഡസനിലേറെ ചിത്രങ്ങൾ നിർമ്മിച്ച മറ്റൊരു വനിതാ നിർമ്മാതാവ് ഉണ്ടാവില്ല. അവരുമായി എനിക്ക് യാതൊരു അടുപ്പവും ബന്ധവുമില്ല. എന്നിട്ടും ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നിയത് പക്വമായ അവരുടെ സംസാര രീതിയും അതിനിടയിൽ അവർ പറഞ്ഞ ചില വാചകങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് കൊണ്ടുമാണ്. മലയാള സിനിമയിൽ പണവും പ്രശസ്തിയുമുള്ള ഒരുപാട് നടിമാർ ഉണ്ടെങ്കിലും ഇന്നുവരെ അവരാരും പറയാത്ത കാര്യങ്ങളായിരുന്നു ഇത്. അവർ പറഞ്ഞത് ഭാവിയിൽ അവർക്ക് ഒരു സോഷ്യൽ വർക്കർ ആവണമെന്നും ഒരു വൃദ്ധസദനം നടത്തണമെന്നുമാണ്. സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന നന്മ നിറഞ്ഞ മനസ്സിന്റെ ഉടമയായ ഷീലുവിനെ മനസ്സിലാക്കാതെയും അറിയാതെയും പോവാൻ പാടില്ല. ഒറ്റനോട്ടത്തിൽ ഷീലുവിനെ കാണുമ്പോൾ അഹങ്കാരമുള്ള സ്ത്രീയായി അവരെ തോന്നുമെങ്കിലും അങ്ങനെയല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. സാധാരണയിൽ സാധാരണയായ സഹജീവികളോട് അനുകമ്പയും കരുണയും ഒക്കെയുള്ള സ്ത്രീയാണെന്ന് ബോധ്യപ്പെടും. കോട്ടയം ജില്ലയിൽ ഭരണങ്ങാനത്ത് കർഷകനായ പിതാവിന്റെയും അധ്യാപികയായ മാതാവിന്റെയും മകളായ ഷീലുവിനെ അധ്യാപികയാക്കുക എന്നതായിരുന്നു കുടുംബത്തിന്റെ ആഗ്രഹം. കുവൈറ്റിൽ നഴ്സ് ജോലിയായിരുന്നു ഷീലുവിന്. മനോഹരമായ സംസാരവും കുലീനമായ പെരുമാറ്റവും ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ അവർ പറയാറുള്ളൂ. മോഹൻലാൽ അമ്മയുടെ പ്രസിഡന്റ് ആയിരിക്കെ നടത്തിയ ഒരു പ്രസംഗത്തിൽ പിഴവ് പറ്റുകയും അത് ഷീലു ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിരുന്നു. ശേഷം മോഹൻലാൽ അത് തിരുത്തി ക്ഷമാപണം നടത്തുകയാണ് ഉണ്ടായത് എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. മോഹൻലാൽ തെങ്ങിൽ കിടക്കുന്നത് മാങ്ങയാണെന്ന് പറഞ്ഞാലും അത് അംഗീകരിക്കുന്ന ആളുകൾക്കിടയിലാണ് ഷീലു ഈ തിരുത്തൽ നടത്തിയത്. അമ്മയുടെ പ്രസിഡന്റ് ആവുമെന്ന് കരുതിയവരിൽ ഒരാളായിരുന്നു ഷീലു എബ്രഹാം. ലാലേട്ടനെ കൊണ്ട് തിരുത്തിച്ചവളാണ് ഇവൾ. അതുകൊണ്ട് ഒരിക്കലും ആ സ്ഥാനത്ത് എത്തിക്കാൻ പാടില്ല എന്ന് ചിലർ പറഞ്ഞത് അറിഞ്ഞതോടെയാണ് അവർ പിന്മാറിയത്. അല്ലെങ്കിലും സ്വന്തമായി നിലപാടും ഉറച്ച തീരുമാനങ്ങളും ഉള്ളവർക്ക് അവിടെ തുടരാൻ പ്രയാസമാണല്ലോ. സത്യസന്ധമായി എല്ലാം തുറന്നു പറയുന്ന ആളാണ് അവർ. ഇങ്ങനെ പോയാൽ തന്റെ വീട് പോലും വിൽക്കേണ്ടി വരുമെന്ന് ബാഡ് ബോയ്സ് എന്ന ചിത്രത്തിന്റെ പരാജയത്തിന് ശേഷം ഷീലു പറഞ്ഞിരുന്നു. ഇത് ഒമർ ലുലുവിനെ ചൊടിപ്പിച്ചിരുന്നു. അനു മേനോനെയും ധ്യാൻ ശ്രീനിവാസനെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടായിരുന്നു ഒമർ ലുലു പ്രതികരിച്ചത്. അനൂപും ധ്യാനും അതിനെ അവജ്ഞയോടെ തള്ളിക്കളഞ്ഞു. അവർക്ക് അഭിനയിക്കാൻ അറിയില്ല, ചിരിച്ചാലും കരഞ്ഞാലും ഒരേ ഭാവമാണ് എന്നൊക്കെ ചിലർ പറഞ്ഞപ്പോൾ അതിന് മറുപടിയും ഷീലു കൊടുത്തിരുന്നു. തങ്ങൾക്ക് ചെയ്യാൻ സാധിക്കാത്തത് മറ്റൊരാൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന കുശുമ്പാണെന്ന് ഇത്തരം കമന്റുകൾ കൊണ്ടോ ആക്ഷേപങ്ങൾ കൊണ്ടോ ഷീലുവിനെ തളർത്താൻ കഴിയില്ല എന്നാണ് ആലപ്പി അഷ്റഫ് പറഞ്ഞത്. അതേസമയം നടിയുടെ ഭർത്താവ് അബാം മൂവീസിന്റെ കീഴിൽ നിർമ്മിക്കുന്ന സിനിമകളിലാണ് ഷീലു ഏറെ പ്രത്യക്ഷപ്പെടാറുള്ളത്. ഭാര്യയ്ക്ക് നായികയായി അഭിനയിക്കാനായി പണം മുടക്കി സിനിമ നിർമ്മിക്കുന്ന ഭർത്താവെന്ന പരിഹാസം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി എബ്രഹാം മാത്യു കേൾക്കാറുണ്ട്. ഭർത്താവിന്റെ ബിസിനസ്സിലും ഷീലു ശ്രദ്ധ കൊടുക്കാറുണ്ട്. തന്റെ അഭിനയത്തെ പരിഹസിച്ച് അടക്കം വരുന്ന ട്രോളുകളോടും വിമർശനങ്ങളോടും ബോൾഡായി തന്നെ ഷീലു പ്രതികരിക്കാറുണ്ട്. അഭിനയത്തിന്റെ പേരിലും നിലവാരമില്ലാത്ത സിനിമകൾ നിർമ്മിക്കുന്നതിന്റെ പേരിലും വിമർശനം നേരിടുന്നുണ്ടെങ്കിലും ഷീലുവിന്റെ അഭിമുഖങ്ങൾക്ക് ആരാധകരുണ്ട്. കോടീശ്വരന്റെ ഭാര്യയാണെങ്കിലും അതിന്റേതായ ഒരു പൊങ്ങച്ചവും വാക്കുകളിലോ പ്രവൃത്തിയിലോ ഷീലു കാണിക്കാറില്ല. എല്ലാം വെട്ടി തുറന്നു പറയാനും മടിയില്ല. സാധാരണക്കാരന്റെ മകളായിട്ടാണ് താൻ വളർന്നതെന്നും കല്യാണം കഴിച്ച വ്യക്തി പൈസക്കാരനായതുകൊണ്ട് തന്റെ സ്വഭാവം മാറില്ല എന്നും മുൻപൊരിക്കൽ ഷീലു പറഞ്ഞിരുന്നു. ഞാൻ വളരെ ലിമിറ്റഡായി നിന്ന് മുന്നോട്ട് പോകുന്നയാളാണ്. അത് എന്റെ ഭർത്താവിനും അറിയാം. ചെറുപ്പം മുതൽ ഒരുപാട് പൈസയുള്ള ആളല്ല ഞാൻ. എന്റെ അപ്പൻ സാധാരണക്കാരനായിരുന്നു. സാധാരണക്കാരന്റെ മകളായിട്ടാണ് ജനിച്ചു ജീവിച്ചത്.
കല്യാണം കഴിച്ച വ്യക്തി പൈസക്കാരനായതുകൊണ്ട് എന്റെ സ്വഭാവം മാറുന്നില്ല. 10 പൈസയുടെ പോലും വില അറിഞ്ഞു തന്നെ ജീവിച്ചിട്ടുള്ളയാളാണ്. ബസ്സിൽ പോകാൻ ടിക്കറ്റിന് 1 രൂപ കൊടുക്കണം. അത് കൊടുക്കാതെ ആ പൈസ ഞാൻ കയ്യിൽ വെക്കും. എന്നിട്ട് നടന്നു പോകും. ശേഷം ആ 1 രൂപ എന്റെ കുടുക്കയിലിടും. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്നും ഞാൻ അങ്ങനെ തന്നെയാണ്. എന്നെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും, സിനിമ ചെയ്യുന്നത് ഇതിൽ പെടുത്തേണ്ടതില്ല. അത് ബിസിനസ് ആണെന്നാണ് ഷീലു പറഞ്ഞത്. നടി അഭിമുഖങ്ങൾ നൽകി തുടങ്ങിയ ശേഷം താരത്തെക്കുറിച്ച് പ്രേക്ഷകർക്കുണ്ടായിരുന്ന പല ധാരണകളിലും മാറ്റം വന്നിട്ടുണ്ട്. ഷീലുവിന്റെ അഭിമുഖങ്ങൾ കണ്ട ശേഷം താരം വന്ന വഴി മറന്നിട്ട് പ്രവർത്തിക്കുന്നയാളല്ല എന്ന് മനസ്സിലായി എന്നാണ് പ്രേക്ഷകർ കുറിക്കുന്നത്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. ഇവർ സമ്പന്ന കുടുംബത്തിൽ നിന്നും ആയിരിക്കുമെന്നാണ് കരുതിയത്. ഇത് കേട്ടപ്പോൾ ഈ സ്ത്രീയോട് ബഹുമാനം തോന്നുന്നു. വന്ന വഴി മറന്നില്ല. വാക്കിലെ സത്യസന്ധതയ്ക്ക് ഒരു സല്യൂട്ട് എന്നെല്ലാമാണ് കമന്റുകൾ. അഭിനയത്തിലേക്ക് ഇറങ്ങും മുൻപ് നേഴ്സായിരുന്നു ഷീലു. വീപ്പിംഗ് ബോയ്സിലൂടെയാണ് അഭിനയിച്ചു തുടങ്ങിയത്. പിന്നീട് മംഗ്ലീഷ് എന്ന മമ്മൂട്ടി ചിത്രത്തിലും അഭിനയിച്ചു. ശേഷം ഷീ ടാക്സി, കനൽ, പുതിയ നിയമം തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു. ആദ്യമായി നായികയായത് ആടുപുലിയാട്ടം എന്ന സിനിമയിലായിരുന്നു. ജയറാം നായകനായ സിനിമ സംവിധാനം ചെയ്തത് കണ്ണൻ താമരക്കുളമായിരുന്നു. പുത്തൻ പണം, സോളോ, പട്ടാഭിരാമൻ, സ്റ്റാർ, വിധി, വീക്കം, ബാഡ് ബോയ്സ് തുടങ്ങിയവയാണ് ഷീലു അഭിനയിച്ച മറ്റ് സിനിമകൾ. ബാഡ് ബോയ്സ് ഒമർ ലുലു ആയിരുന്നു സംവിധാനം ചെയ്തത്. ഷീലു അഭിനയിച്ച മിക്ക സിനിമകളുടെയും നിർമ്മാതാവ് ഭർത്താവായ എബ്രഹാം മാത്യു ആണ്. അബ മൂവീസിന്റെ 15ാമത്തെ ചിത്രമായിരുന്നു ബാഡ് ബോയ്സ്. സിനിമ കാരണം താൻ കടക്കണിയിലായി എന്ന് ഷീലു തന്നെ പറഞ്ഞത് വൈറലായിരുന്നു. നിർമ്മിച്ച സിനിമ വിജയിക്കാതെ വന്നതോടെ വീട് വിൽക്കേണ്ടി വന്നു. നിലവിൽ വാടക വീട്ടിലാണ് താമസം. ഹോട്ടലുകളെല്ലാം പണയത്തിലാണ്. ഇനി 2 കൂടി പണയം വെക്കാനുണ്ടെന്നുമാണ് ഷീലു പറഞ്ഞത്. 2024 സെപ്റ്റംബറിൽ ഓണം റിലീസായിട്ടായിരുന്നു ബാഡ് ബോയ്സ് പ്രേക്ഷകരിലേക്ക് എത്തിയിരുന്നത്. You're watching me on metromatney.com. on metromatney.com. metromatney.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.